സീക്രട്ട് ഏജന്റ് എയറിലാണോ? ഇനി അടുത്തത് അഷ്കർ പ്ലക്കി. ഇവൻ അതിന്റെ ഏജന്റ്, കുടുംബശ്രീ ഏജന്റ്. ദേവദാസിമാരും പ്ലക്കികളും ഒക്കെ വന്നിറങ്ങുമ്പോൾ മലയാളം സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോൾ മറ്റൊരു മനുഷ്യമൃഗത്തിനെ ഞാൻ കണ്ടു, പേര് സീക്രട്ട് ഏജന്റ്. ഇനി അതിന് നീ എന്നെ ആഭാസനം കുത്തിത്തിരിപ്പനാക്കണ്ട. ഒന്നാമത് ഇവൻ ആ കാറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങൂല. വല്ല കമ്മീന്റെ തീട്ടവും വാരി കാലും നക്കി കണ്ടന്റ് ഉണ്ടാക്കി അതിന് 10 വ്യൂ ഉണ്ടാക്കി പോകുന്ന എ ക്ലാസ് കമ്മി കോമരം. പണി മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒളിച്ചു നോട്ടം. അവൻ പറഞ്ഞതും പോയിന്റ് അല്ലേ സാറേ? അങ്ങനെയാണെങ്കിൽ ആ സംശയം ഒന്ന് തീർക്കണോ? ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ ഭാര്യ വേറൊരാൾക്കൊപ്പം ഒളിച്ചോടിപ്പോയി. എന്റെ ജോലി വീഡിയോ ചെയ്യലാണല്ലോ, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ വന്ന അക്കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട വീഡിയോ. ഇത്രയും നല്ലൊരു സുഹൃത്തിനെ കിട്ടണമെന്നാണ് മലയാളക്കരയിലെ 99% മനുഷ്യരും ആഗ്രഹിക്കുന്നത്, അല്ലെ? ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെ തന്നെ പലരും എടുത്ത് കുറയുന്നു. അപ്പോൾ ഇവനൊക്കെ ആയിട്ട് ബന്ധം ഉണ്ടെങ്കിൽ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. രാക്ഷസനും രാക്ഷസികളും ഒക്കെ കുറെ ഉണ്ട് ചുറ്റും. ഈ നാറി ഉണ്ടല്ലോ ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. എടി ദേവദാസി, സജിനയുടെ ഗർഭമൊക്കെ ആദ്യമായിട്ട് സ്ഥിരീകരിക്കുന്നത് ഗൈനക്കോളജിസ്റ്റ് അല്ല, സീക്രട്ട് ഏജന്റ് എന്ന മലരനാണ്. കുട്ടിക്ക് ശരിക്കും അറിയാൻ പാടില്ലാണ്ടാ. അതിനു മുമ്പും ഈ പിശാച് വേറെ മനുഷ്യരുടെ രക്തം ഇതുപോലെ ഊറ്റി കുടിച്ചിട്ടുണ്ടാകാം. എന്തേ സുനിതയെ ഞാനും ഈ തമ്മിൽ വിളിച്ച് സംസാരിച്ചിട്ടില്ലേ? നീ വിളിക്കുന്നത് എന്തിനാടാ ആകെ? നീ വിളിക്കുന്നത് ഇതുപോലെ ഓരോ ആളുകളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സമയത്ത്. എടാ ഉളുപ്പില്ലാത്ത നാറി. ഒരു കൈവതം നാറ്റുകരുത്. ഈ രക്തരക്ഷസ് എങ്ങനെയാണ് മനുഷ്യരുടെ ചോര കുടിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മുതുകാട് വിഷയത്തിൽ ഞാനും ഈ സംസാരിക്കുമ്പോ ഇതേ കമ്മികളുടെ ആദരണീയ നേതാവായ സ്ത്രീയെ കുറിച്ചും മകനെ കുറിച്ചൊക്കെ ഈനോട് പറഞ്ഞിട്ടില്ലേ? എടി വേടല്ലേ, എടി മോളെ, നീ ഏത് രീതിയിലുള്ള കുത്തിത്തിരിപ്പാന്നുള്ളത് നിന്നോട് സംസാരിക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായതാ. റിയാക്ഷൻ വീഡിയോ എന്ന പേരിൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കുന്ന ഈ പിശാച് എന്താണ് നിന്റെ ക്വാളിറ്റി? കമ്മി ക്യാപ്സ്യൂൾ വിഴുങ്ങുന്നതാ, രാവിലെ നീച്ചിട്ട് കമ്മികളെ വെളുപ്പിക്കാൻ നടക്കുന്നതാ, അതാണ് നിന്റെ ക്യാപ്സ്യൂൾ, അതാണ് നിന്റെ കണ്ടന്റ് ക്വാളിറ്റി. കൈരളിക്ക് ക്രെഡിബിലിറ്റി, പിണറായിക്ക് ക്രെഡിബിലിറ്റി, ഇതാണ് നിന്റെ ഐറ്റം. ഇവൻ നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ കുളിമുറിയിൽ വരെ ഇവൻ ക്യാമറ വെച്ചിട്ടുണ്ടാകും. ഒരു വിമർശനം വന്നു കഴിഞ്ഞാൽ പേടിച്ചൊളിച്ചോടുന്ന നല്ല എ ക്ലാസ് സുനിത ദേവദാസി ഫോർ കമ്മീസ്, അല്ലെ? നിങ്ങൾ എത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നിനക്ക് നിർബന്ധമാണ് ഇതിനൊരു പേര് വേണമെങ്കിൽ ഏഷണി, നുണ, പരദൂഷ്. എന്നാ അപരാധം അറിയണ്ട ഈ കാണിച്ചു വെച്ചേക്കുന്നേ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുടുംബശ്രീ ഇതിനേക്കാളും ബെറ്റർ ആണല്ലോ. സുനിത ദേവദാസിയുടെ വീഡിയോ, പിന്നെ അഷ്കർ പ്ലക്കിയുടെ വീഡിയോ. ഈ അരിയണ്ണം വന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നോ? നമ്മൾ എയർ പോകുമ്പോ അല്ലെങ്കിൽ എയറിൽ ഒന്ന് കൂടുതലായി കയറുമ്പോ താഴെ ഇറങ്ങാറില്ല. ഞാനും ഈ ഒളിച്ചോടി പോയിട്ടുള്ള സ്ത്രീയുടെ ഹസ്ബൻഡുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. പ്ലക്കിക്ക് ഒരുമാതിരി കുറെ ദേഷ്യങ്ങളാണ് എന്നോട്. ഇവൻ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്തമാനം പറയാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്യാമേട്ടാ? ഈ പറഞ്ഞ പ്ലക്കികളും ദേവദാസികളും ഒക്കെ പേഴ്സണൽ റിവെഞ്ച് തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. പ്രത്യേകിച്ച് ഈ പ്ലക്കിനോടൊക്കെയാണ്. പൊന്നു മോനെ, അന്റെ ഒക്കെ കണ്ടന്റ് ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോണ്ടല്ലോ, അന്റെ പുച്ഛവും പരിഹാസമൊക്കെ എത്ര പേരെ ഹേർട്ട് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ട് കാണാൻ വല്ല ഐഡിയ ഉണ്ടോ? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു?